പ്രവാസി മലയാളി നിക്ഷേപകർക്കായി കണ്ണൂരിൽ NRK വ്യവസായ പാർക്ക് തുടങ്ങുന്നു. കണ്ണൂരിലെ കിൻഫ്രയിൽ ഇതിനുള്ള ഭൂമി കണ്ടെത്തിയിട്ടുണ്ടെന്നും സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. വ്യവസായ പാർക്കിൽ 100 കോടി രൂപയുടെ നിക്ഷേപത്തിന് 10% പ്രീമിയം നൽകിയാൽ മതിയാവും. 2 വർഷം മൊറട്ടോറിയം ലഭിക്കുകയും പിന്നീട് 10 തവണകളായി അടയ്ക്കുവാനും സാധിക്കും. 50 കോടിയിൽ താഴെയാണ് നിക്ഷേപമെങ്കിൽ മൊറട്ടോറിയം ഉണ്ടാവില്ല. പ്രീമിയം 20% ആയിരിക്കും. പ്രവാസികളുടെ പണത്തെ ഉത്പാദനക്ഷമമായ നിക്ഷേപമാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. വ്യവസായ പാർക്കിന് പേര് നിശ്ചയിച്ചിട്ടില്ല. അനുവദനീയമായ വിഭാഗങ്ങളിൽ വ്യവസായം തുടങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് സർക്കാർ എല്ലാ സഹായവും നൽകും. മാധ്യമങ്ങൾ നല്ല വാർത്ത നൽകിയാൽ കേരളത്തിന് നിക്ഷേപം എത്തുമെന്നും കേരളത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കണമെന്നും അഭിപ്രായപ്പെട്ടു. പോയ കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ നടത്താതെ വർത്തമാനകാലത്തെ സാധ്യതകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ നിക്ഷേപം നടത്തുവാനുള്ള ഏറ്റവും മികച്ച സമയം ഇതാണെന്നും ഫെബ്രുവരി 21-22 തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയുടെ ഭാഗമായി ദുബായിൽ നടത്തിയ റോഡ് ഷോയ്ക്ക് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസികൾ അയക്കുന്ന പണം നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് വലിയ സംഭാവന ചെയ്യുന്നുണ്ട്. അത് കുറെ കൂടി പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ മാറ്റാൻ കഴിയും, അതിന് ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൊണ്ടുവന്ന കൂടുതൽ തൊഴിലവസരങ്ങൾ നമുക്ക് അവിടെ സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ മുന്നോടിയായിട്ടുള്ള റോഡ് ഷോയിൽ അവസാനത്തെയാണ് ഇപ്പോൾ ദുബായിൽ നടന്നത്. അതിന്റെ ഭാഗമായി തന്നെ നമ്മളൊരു NRIക്കാർക്ക് പ്രത്യേകമായൊരു ഇൻഡസ്ട്രിയൽ പാർക്ക്, ഇപ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ഓരോ മേഖല തിരിച്ച് ഇൻഡസ്ട്രിയൽ പാർക്ക് ഉണ്ട്. ഇപ്പോൾ ലൈഫ് സയൻസ് പാർക്ക് ഉണ്ട്, ഇലക്ട്രോണിക്സ് പാർക്ക് ഉണ്ട്, ഡിഫൻസ് ഉണ്ട്, സ്പൈസ് പാർക്ക് ഉണ്ട്, ഇങ്ങനെ സ്പേസിന്റെ പാർക്കുണ്ട്. അക്കൂട്ടത്തിൽ NRK അവർക്കുള്ള പ്രത്യേകമായൊരു പാർക്ക്, അവർക്ക് ആ ലാൻഡ് കൂടുതലായിട്ട് അവർക്ക് പരിഗണന കൊടുക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ 100 കോടി ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ 10% പ്രീമിയം അടച്ചാൽ മതി. പിന്നെ 2 വർഷം മൊറട്ടോറിയം, അത് കഴിഞ്ഞാൽ 10 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പ്രീമിയം അടയ്ക്കാവുന്ന മട്ടിലാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ 50 കോടിക്ക് 100 കോടിക്ക് ഇടയിലാണെങ്കിൽ 20% പ്രീമിയം ആദ്യം അടയ്ക്കുക, പിന്നെ 2 വർഷം മൊറട്ടോറിയം, പിന്നെ 5 ഇൻസ്റ്റാൾമെന്റ്. അത് താഴെയുള്ളതാണെങ്കിൽ 20% തന്നെ മൊറട്ടോറിയം ഇല്ലാതെ 5 വർഷത്തിൽ എന്ന രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ പ്രവാസികൾക്ക് അവിടെ നിക്ഷേപിക്കാനും ഇവിടെ വ്യവസായമുള്ളവർക്ക് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു യൂണിറ്റ് അവിടെ തുടങ്ങാനും ഇത് സഹായകരമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് കണ്ണൂർ നമ്മൾ കിൻഫ്രയുടെ ലാൻഡിൽ തന്നെ ഒരു ഭാഗം ഇവന് വേണ്ടി ഇയർമാർക്ക് ചെയ്യുകയാണ്. അതിന്റെ ഡിസൈനും മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആകുമ്പോൾ മലബാർ കോൺക്ലേവ് ഞങ്ങൾ ഇതിന്റെ ശേഷം നടക്കാൻ പോകുന്നുണ്ട്. ഈ ഐക്യജയസിന്റെ മുന്നോടിയായി ഇനിയിപ്പോൾ വിഴിഞ്ഞം കോൺക്ലേവ്, മലബാർ കോൺക്ലേവ്, പിന്നെ ഓട്ടോമോട്ടീവ് ടെക്നോളജി, പിന്നെ എന്റർടൈൻമെന്റ് സെക്ടറിന്റെ അങ്ങനെ റൗണ്ട് ടേബിൾ അത്രയാണ് പൂർത്തീകരിക്കാനുള്ളത്. അപ്പോൾ അത് ആ മേഖലയ്ക്കകത്ത് ഒരു പാർക്ക് പ്രത്യേകമായി ഇതിനു വേണ്ടി മാറ്റിവെക്കാമെന്നാണ് കണക്കാക്കുന്നത്. NRK സിറ്റി എന്ന് പറയുന്നത് ചേർന്ന് വരുന്നതാണോ അതോ നമ്മൾ മറ്റൊരു ഈ പാർക്ക് തന്നെ അതിപ്പോ ഏത് പേരിടണം എന്നുള്ളത് നമുക്ക് പതുക്കെ തീരുമാനിക്കാം. ചിലരിപ്പോ അവരും നമ്മൾ ധാരണയിലാണല്ലോ പോകുന്നത്. ഇപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, നേരത്തെ വന്നതിനേക്കാളും കുറെ കൂടി പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ക്ഷണിച്ച 2 മന്ത്രിമാരും പങ്കെടുക്കാമെന്ന് ഇപ്പൊ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അവർ തന്നെ ഒരു ഡെലിഗേഷനെ കൊണ്ടുവരാമെന്നുണ്ട്. ഇന്നിപ്പോ എക്കണോമി മിനിസ്റ്ററായി കണ്ടപ്പോൾ അദ്ദേഹം തന്നെ ഡെലിഗേഷന് വരേണ്ടവരുടെ കാര്യം ആരൊക്കെയാണ് വേണ്ടത്, അതോടൊപ്പം ചേംബർ വരാമെന്ന് പറഞ്ഞിരിക്കുന്നു, അവർക്ക് പ്രത്യേകം ഡയറക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അദ്ദേഹമാണ് സോവറിൻ ഫണ്ടിന്റെ പ്രധാന ഭാഗം കൈകാര്യം ചെയ്യുന്നത്. ഇന്നലെ കണ്ടു, അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു, അവരും വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ചില മേഖലകൾ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ മേഖലകൾ ഏതൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് മീറ്റിൽ വെച്ച് തന്നെ ഡിക്ലെയർ ചെയ്യാമെന്ന മട്ടിലാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഒരു നല്ല ബന്ധമാണ് കേരളമായിട്ടുള്ളത്. അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ സഹായകരായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, പെട്രോ കെമിക്കൽ പാർക്ക് നമ്മൾ കൊച്ചിയിൽ ആരംഭിക്കുന്നുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ 5-8 മാസം കൂടി എടുക്കും. അപ്പോൾ അതിന് മുൻപ് തന്നെ 3 കമ്പനി ഞാൻ ഉദ്ഘാടനം ചെയ്തു. പാർക്കിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരുന്നേ ഉള്ളൂ. സ്പൈസ് പാർക്ക് നമ്മൾ ഇടുക്കിയിലാണ് തുടങ്ങിയിരിക്കുന്നത്, തൊടുപുഴയിൽ. അപ്പം മുട്ടത്ത് തുടങ്ങിയിരിക്കുന്ന പാർക്ക് ഇപ്പോൾ ഇടുക്കിയിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വരുമെന്നൊരു സംശയം പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രിയെ ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്കും നമ്മൾ 100% സ്ഥലവും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇൻഡസ്ട്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇവിടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിവേഗത്തിൽ തന്നെ നമുക്കത് ഇൻഡസ്ട്രിയും കൊടുക്കാൻ കഴിയും. ലാൻഡ് അലോട്ട്മെന്റ്, ലാൻഡ് നമ്മൾ ആ മേഖലയിൽ അനുവദനീയമായ കാറ്റഗറി ആയിരിക്കും. റെഡ് കാറ്റഗറി പറ്റുമോ അത് കുറച്ച് ചിലപ്പോൾ, ബാക്കി കാറ്റഗറി എല്ലാം നമുക്കവിടെ സാധ്യമാകും. പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിന് പറ്റുന്ന വ്യവസായങ്ങളാണല്ലോ, നല്ല ലാഭകരമായി തന്നെ കൊണ്ടുപോകാൻ കഴിയുന്ന സംരംഭങ്ങൾക്ക് തന്നെ സാധ്യതയുണ്ട്. ഇപ്പോൾ വിദേശ മലയാളികൾക്ക് അവരവരുടേതായിട്ടുള്ള പരിചയസമ്പത്തുള്ള മേഖലകളുണ്ട്. ആ മേഖലകളിൽ നന്നായിട്ട് നിക്ഷേപം നടത്താൻ കഴിയും. അതിനുള്ള എല്ലാ സൗകര്യവും സർക്കാർ ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കും. വിദേശത്ത് ജോലി ചെയ്തോ അല്ലെങ്കിൽ
സംരംഭങ്ങൾ നടത്തിയോ ഏറെക്കാലമായിട്ടുള്ള ആളുകൾ അവരിങ്ങനെ ഒരു അവസരം കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യം എല്ലാ രീതിയിലും ഫെസിലിറ്റേറ്റ് ചെയ്യുക, അതാണ് ഗവൺമെന്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ മലയാള മാധ്യമങ്ങളുടെ പ്രത്യേകത ഇതായിരിക്കും നാളത്തെ നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ നോക്കേണ്ടത് ഇന്ന് ഇതൊക്കെ മറന്നിട്ട് കേരളത്തിന് വേണ്ടി ഇപ്പോൾ വ്യവസായിപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് കേരളത്തെ മാത്രമാണ്, കേരള മുന്നണിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളും കൂടി കേരളത്തിന് വേണ്ടി ഒരു പോസിറ്റീവ് വാർത്ത കൊടുത്താൽ നമ്മുടെ നാട്ടിൽ ഇനിയും നല്ല നിക്ഷേപം വരും. ഇപ്പോൾ 450 കോടി രൂപയാണ്, ഞാനിതൊന്നും ഇവിടെ പറഞ്ഞില്ല, 450 കോടി രൂപയാണ് ഐഫോണിന്റെ ഫാക്ടറി തൊഴിലാളികളുടെ ആക്രമണത്തിന്റെ ഭാഗമായി തകർക്കപ്പെട്ട ഒരു സ്റ്റേറ്റിലുണ്ടായിരുന്നു. അത് അവിടുത്തെ മീഡിയയിൽ ചരമവാർത്തയുടെ താഴെ പോലും ഒരു വരി ഉണ്ടായില്ല. നമ്മുടെ അവിടെയാണെങ്കിൽ ഇപ്പോഴും ന്യൂസ് അവർ ചർച്ച തീർന്നിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞ ചില പ്രശ്നങ്ങൾ ഓരോ ഘട്ടത്തിലും വരില്ലോ, നമ്മളപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് എങ്ങനെ കണ്ട് അവതരിപ്പിക്കാൻ കഴിയും, അതിലേക്കാണ് തലമുറയുടെ മാപ്പ് പറഞ്ഞാൽ ശരിയാവില്ല. 19 വർഷം കാത്തിരുന്ന പ്രൊജക്റ്റ് സ്മാർട്ട് സിറ്റി. ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ഇവിടെ വന്ന ചർച്ചയും പൊതു അന്തരീക്ഷം ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് കേന്ദ്രീകരിക്കുന്നതായിരിക്കും നല്ലത്. ഇന്നിപ്പോൾ ഇത് വച്ചിട്ട് അതാ ചർച്ച അവിടെ നടന്നല്ലോ, അത് വിസ്തീരിച്ചു കഴിഞ്ഞ കാര്യമാണല്ലോ. അപ്പോൾ ഇന്ന് കണ്ട കാര്യം എന്താ, കേരളത്തിലേക്ക് ഇപ്പം ഇത്ര ആളുകൾ വന്നിരിക്കുന്നു, നമ്മൾ കണ്ട എല്ലാ ചേംബറുകാരും പ്രതിനിധി സംഘത്തെ അയക്കുന്നു. അപ്പോൾ നിങ്ങൾ അതിലാണ് കേന്ദ്രീകരിക്കേണ്ടത്.